അടൂരിലേക്കാണ്. അടൂരിൽ +2 വിദ്യാർത്ഥിനിയെ 9 പേർ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച മന്ത്രവാദി ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ബദർ സമനാണ് പിടിയിലായത്. കേസിൽ 4 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കീർത്തന, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ അടൂർ പോക്സോ കേസിൽ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരുന്നത്. പെൺകുട്ടിയെ വീണ്ടും ഇന്നലെ കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു മന്ത്രവാദി കൂടി പീഡിപ്പിച്ച വിവരം പുറത്തറിയുന്നത്. അത് 2019 പെൺകുട്ടിക്ക് ഇപ്പോൾ 17 വയസ്സ് മാത്രമാണ് പ്രായം. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി 7ാം ക്ലാസ്സിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ ഒരു പീഡനം നടന്നിരിക്കുന്നത്. പെൺകുട്ടി പഠിക്കാൻ പഠനത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് കണ്ട് വീട്ടുകാർ തന്നെയാണ് ഈ മന്ത്രവാദിയുടെ ആദിക്കാട്ടുകുളങ്ങര സ്വദേശി തങ്ങളെന്ന് വിളിക്കുന്ന ഈ ബദറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ബദർ അവിടെ വെച്ച് വാതിലടച്ചതിനു ശേഷം പെൺകുട്ടിയോട് മോശമായി പെരുമാറി ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഞെട്ടിക്കുന്ന വിവരം പെൺകുട്ടി പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളും പ്രതി ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കൂട്ടുപ്രതിയാക്കി പോക്സോ കേസിലകത്ത് തള്ളണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയിട്ട് തൻ്റെ മക്കൾക്ക് നല്ലത് വരുത്താനാണെന്ന് പറഞ്ഞിട്ട് എട്ടും പൊട്ടും തിരിയാത്ത ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ ഈ കുഞ്ഞു മക്കളെ കൊണ്ടുപോയി ഇതുപോലുള്ള കള്ളപ്പാതിരിമാരുടെയും തങ്ങളുമാരുടെയും സന്യാസിമാരുടെയും ഒക്കെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് വാതിലടച്ച് പുറത്ത് നിൽക്കുന്ന ചെറ്റത്തരം ഉണ്ടല്ലോ, അത് ഇനി ഒരു തന്തയും തള്ളിയും ആവർത്തിക്കാതിരിക്കാൻ ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും കൂടി പിടിച്ചകത്തിടണം. മാതൃകാപരമായിട്ട് ശിക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മുടെ നാട്ടിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. വിശ്വാസമൊക്കെ നല്ലതിന് തന്നെയാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതുപോലുള്ള വിവരക്കേടുകൾ കാണിച്ച് കൂട്ടിയിട്ട് കുഞ്ഞു മക്കളുടെ ഭാവി നശിപ്പിക്കാതിരിക്കുക, അവരുടെ ജീവിതം ഇല്ലാതാക്കാതിരിക്കുക. എത്ര കണ്ണ് നമുക്ക് തലയ്ക്ക് ചുറ്റുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആൺകുട്ടിയോ പെൺകുട്ടിയോ കുഞ്ഞു മക്കളോ ആരോ ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലുള്ളത്, നിങ്ങൾ ഇതുപോലെ ഒന്നും കാണിക്കാതിരിക്കുക. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കുട്ടികളെ കൊണ്ടുപോയി ബലിയാടാക്കാതിരിക്കുക.